ചെന്നൈയിലേക്ക് പോയി പല കൂടിക്കാഴ്ച നടത്തി. ആരൊക്കെ കണ്ടു? എന്താണ്? ചെന്നൈയിൽ രജനീകാന്തിനെ കണ്ടു. ചെന്നൈ പോയത് ഇപ്പം അങ്ങ് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ടില്ല. എല്ലാ കാര്യം തുറന്നു പറയല്ലോ. നമ്മുടെ രാഷ്ട്രീയ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെ പോയതാണ്. അതിൽ ഉത്തരവാദിത്തപ്പെട്ട കുറേ ആളുകളെ കണ്ടിട്ടുണ്ട്, കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതരത്വം ശക്തമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവ് അവരുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട്. അല്ല, അതാരെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. രാഷ്ട്രീയ സഖ്യത്തിന് വേണ്ടിയിട്ടാണോ പോയത്, അതോ ഇന്നത്തെ പരിപാടിയിലേക്ക് അത് ക്ഷണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്? അല്ല, നമ്മുടെ ഒരു സ്ട്രാറ്റജിയെ കുറിച്ച്, ഈ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ സംവിധാനത്തെക്കുറിച്ച് പറയാനും അതുമായി നമ്മൾ ചില ആളുകളെയൊക്കെ ബന്ധപ്പെടുന്നുണ്ട്, അതുമായി സഹകരിച്ചു പോകാൻ. ഈ ഒരു ആംഗിളിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു ചിന്താഗതിയില്ല. മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് സെക്യുലർ സിസ്റ്റത്തോടൊപ്പം ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം അതാണ്. അതിലൊപ്പം നിൽക്കാൻ കഴിയുന്നവരെ കൂടെ കൂട്ടുക എന്ന നയം തന്നെയാണ്. ഞാൻ ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇടതുപക്ഷ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അവരെന്നെ പുറത്താക്കിയെന്ന് പറയുന്നതിന്റെ പേരിലാണ്. ഞാൻ നടത്തിയ പോരാട്ടം ഇവിടുത്തെ പോലീസ് ക്രിമിനലുകൾക്കും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എതിരെയായിരുന്നു ഞാൻ നടത്തിയ നീക്കം. ആ നീക്കം അവസാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നെ തള്ളിപ്പറയുകയും എന്നെ കള്ളനാക്കുകയും ഞാൻ നൽകിയ പരാതികൾ അവജ്ഞയോടുകൂടി തള്ളുന്നു എന്ന് പറയുകയും പൊളിറ്റിക്കൽ സെക്രട്ടറി ഏറ്റവും എന്ത് പ്രവർത്തനം നടത്തുന്ന ആശ്വി എന്തൊരു പ്രവർത്തനം പറഞ്ഞില്ല അവിടെ, മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണെന്നും പറഞ്ഞതോട് കൂടിയിട്ട് പിന്നെ എനിക്കതിലൊരു റോളുമില്ല. ഇപ്പോൾ എന്നെ പുറത്താക്കിയെന്ന് പറയുന്നു, പക്ഷേ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കിയതായിട്ടുള്ള ഒരു ഒഫീഷ്യൽ ഇന്റിമേഷനും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ ഈ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന പൊളിറ്റിക്കൽ സപ്പോർട്ട് നൽകുന്ന എല്ലാവരെയും ഈ സോഷ്യൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ സഹകരിപ്പിക്കും. ഇപ്പം ഇന്നലെ DGP നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൊടുത്തു എന്നാ പറയുന്നത്. അപ്പം നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് ADGP അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യമില്ല. ഞാനതാണ് കഴിഞ്ഞ 10-20 ദിവസമായി ആവർത്തിച്ച് പറയുന്നത്. ഒരു കസേര, നമ്മൾ ഓണത്തിനൊക്കെ കസേരക്കളിയുണ്ട്, ആ കസേരക്കളിക്ക് വിധേയനാക്കേണ്ട ഒരു വ്യക്തിയല്ല ഈ പറയുന്ന അജിത് കുമാർ. അദ്ദേഹത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പുറത്താക്കണം, സസ്പെൻഡ് ചെയ്യണം. സസ്പെൻഷന് വിധേയമാക്കിയിട്ട് വേണം അദ്ദേഹത്തിനെ കുറിച്ച് ഇനിയുള്ള ഫർദർ അന്വേഷണം നടത്താൻ. ഈ പറയുന്ന പൂരം കലക്കിയതിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വീഴ്ച വന്നിട്ടുണ്ട് എന്ന 3 അക്ഷരത്തിൽ അത് അവസാനിക്കേണ്ടതല്ല. എന്തിനാ വീഴ്ച വരുത്തി, അത് പർപ്പസ്ഫുള്ളി ആണ് നമുക്കറിയാം. അന്വേഷണ സംഘം അത് അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പം അതൊരു ഭാഗം നിൽക്കുകയാണ്. അതിൽ തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം. രണ്ടാമത്തെ ഏറ്റവും പ്രബലമായ തെളിവ് ഞാൻ കൊടുത്തത് ADGP അജിത് കുമാറിന്റെ സ്വത്ത് സമ്പാദനയാണ്. അത് ഡോക്യുമെന്റഡ് ആണ്. ആ ഡോക്യുമെന്റ് ആ ടേബിളിൽ കിടക്കെ 35 ലക്ഷത്തിന് വാങ്ങിയ ഒരു ഫ്ലാറ്റ് 10 ദിവസം കൊണ്ട് 65 ലക്ഷത്തിന്, അതും പൂർണ്ണമായും കള്ളപ്പണം. വാങ്ങുന്നത് കള്ളപ്പണം കൊടുത്ത്, വിൽക്കുമ്പോൾ വാങ്ങുന്നതും കള്ളപ്പണം കൊടുത്ത്. അപ്പൊ 2 കള്ളപ്പണ ഇടപാടുകൾ. ഇങ്ങനെ ഒരു രജിസ്റ്റർ ഓഫീസിൽ എങ്ങനെ ഒരു രജിസ്ട്രേഷൻ നടക്കും? ആ രജിസ്ട്രാളെ ഭയപ്പെടുത്തിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 100 രൂപ ഒഫീഷ്യലായിട്ട് ആ ട്രാൻസാക്ഷനിലില്ല. ഇതിലപ്പുറമുള്ളൊരു തെളിവിനി എന്താ വേണ്ടത് സസ്പെൻഡ് ചെയ്യാൻ? അപ്പോൾ ഇതെല്ലാം നാടകമാണ്. അപ്പോൾ ആ വിഷയങ്ങൾ മുഴുവൻ കേരളത്തിലെ ജനതയുടെ മുന്നിൽ നിൽക്കുകയാണ്. പിന്നീട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാൻ ഒറ്റ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് നിൽക്കുന്നു. ADGP അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ ഞാൻ ഈ ഉന്നയിച്ച കാര്യങ്ങൾ മാത്രം മതി. പക്ഷെ എന്താണ്, ഇപ്പോഴും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഒരു നിലക്കും കൈവിടില്ല. ആർക്ക് കൊടുക്കുന്ന മെസ്സേജാണിത്? അപ്പൊ അതാണ് ഈ നെക്സസ്, ഞാൻ ഈ പറയുന്ന നെക്സസ്. പൊളിറ്റിക്കൽ സെക്രട്ടറി, മുഖ്യമന്ത്രി, പൊളിറ്റിക്കൽ സെക്രട്ടറി, ADGP അജിത് കുമാർ,
അജിത് കുമാറിന്റെ താഴേക്കുള്ള മലപ്പുറം എസ് പിമാരായിരുന്ന ശശിധരൻ, ഈ പറയുന്ന സുജിത് ദാസ് തുടങ്ങി ഒട്ടനവധി ആളുകൾ. അന്വേഷണം ഇതുവരെ എവിടെ എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ കൊടുത്ത പരാതിയിൽ എൻ്റെ അടുത്ത് നിന്ന് ഇതുവരെ മൊഴിയെടുത്തിട്ടില്ല. രണ്ടാമത് മിനിഞ്ഞാന്നാണ് വിജിലൻസ് വരുന്നത്. അപ്പോൾ ഇത്രയും കേരളത്തിലെ പബ്ലിക്കിനെ പച്ചയായി പറ്റിക്കുന്ന, വഞ്ചിക്കുന്ന, വിഡ്ഢികളാക്കുന്ന ഒരു സംവിധാനത്തിലൂടെ ആ റിപ്പോർട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 2024 ഏറ്റവും വലിയ തമാശയാണ്. അതാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. അല്ല, രാഷ്ട്രീയ പാർട്ടിയായി പ്രഖ്യാപിക്കാനുള്ള ടെക്നിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് നിയമവിദഗ്ധരുമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു പാർട്ടി, അതിൻ്റെ രജിസ്ട്രേഷൻ, അതിൻ്റെ ഫോർമാലിറ്റീസ്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. കുറേ ടെക്നിക്കൽ റീസൺസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ഫ്ലോയിൽ നടക്കും. നമ്മളിപ്പോൾ ഞാൻ ഉയർത്തിയ ഈ വിഷയം, നാട് അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധികൾ, അതുപോലെ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഈ നെക്സസിന്റെ ഭാഗമായി, പൊളിറ്റിക്കൽ നെക്സസിന്റെ ഭാഗമായി ഒരു കാലത്തും അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയിട്ടുള്ള ചില വിഷയങ്ങൾ അത് പൊതുസമൂഹത്തിലേക്ക് ഉന്നയിക്കുകയാണ്. അതിൻ്റെ ഒരു നയ വിശദീകരണ കരട് ഇന്നത്തെ യോഗത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കിടക്കാം. അൻവർ നൽകിയ പരാതി പാർട്ടി സെക്രട്ടറിയുടെ കയ്യിൽ മാത്രമേ, പക്ഷേ അദ്ദേഹം അത് പുറത്തുവിട്ടു സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയായി. അത് നിങ്ങൾ തന്നെ മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും പറഞ്ഞ് എല്ലാവരും പരിശോധിച്ചു. അതിൽ ഒരു കാര്യവും കഴമ്പുള്ളതില്ല. അതുകൊണ്ട് അത് ഗൗരവിക്കേണ്ട കാര്യമില്ല. അതിൽ ശശിക്കെതിരായ ആരോപണത്തിൽ ഒരു കാര്യവും പരിശോധിക്കേണ്ടതോ പരിഗണിക്കേണ്ടതോ ആയതില്ല എന്നുള്ളതാണ്. അത്ര ലാഘവത്തോടെ തള്ളാവുന്ന ഒരു പരാതിയാണോ അത്? അല്ല, അത് കേരളത്തിലെ എന്താ പറയുക, സഖാക്കൾ പരിശോധിക്കട്ടെ, പൊതുസമൂഹം പരിശോധിക്കട്ടെ. പാർട്ടിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, ഞാനത് പറഞ്ഞു, പശ്ചിമ ബംഗാളിനേക്കാളും വളരെ മോശമായ അവസ്ഥയിലേക്ക് കെട്ടിവച്ച കാശ് CPM സ്ഥാനാർത്ഥികൾക്ക് കേരളത്തിൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നു. ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആ നയത്തിനൊപ്പം പാർട്ടി കൂടി നിൽക്കുന്നത് എന്തിനാണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് ഒരു ഘട്ടത്തിൽ പാർട്ടിക്ക് വിശദീകരിക്കേണ്ടി വരും. അത്ര മോശമായ അവസ്ഥയിലാണ്. ഇപ്പം കണ്ണുരുട്ടി ഒരുപാട് ആളുകളെ തടഞ്ഞു നിർത്തുന്നുണ്ട് കേരളത്തിൽ. അവർക്കൊക്കെ ഇതിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാ. പക്ഷെ അവർക്ക് പലർക്കും വരാൻ കഴിയില്ല. അവർക്ക് അവരുടെ റേഷൻ കാർഡ് വെട്ടും വരെ പലരും ഈ പറയുന്ന ലൈഫ് പദ്ധതിയിൽ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നവരാണ്. ഒരു വീട്ടിലൊരു കക്കൂസെങ്കിലും സർക്കാരിൽ നിന്ന് കിട്ടാതെ അത് പണിയാൻ കഴിയാത്ത, സാമ്പത്തിക ശേഷിയില്ലാത്ത പാവപ്പെട്ട മനുഷ്യരാണ്. ഇത്തരത്തിൽ പാവപ്പെട്ട സഖാക്കളെയും പൊതുസമൂഹത്തെയും കണ്ണുരുട്ടി അവരവിടെ നിർത്തുന്നുണ്ട്. പക്ഷേ ഇവർക്കൊക്കെ പ്രതികരിക്കാനുള്ള ഒരു ദിവസം വരും. അത് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇന്ന് പാർട്ടി ഈ ഒരു കാര്യത്തിൽ ഒരു പുനർവിചിന്തനം നടത്തിയിട്ടില്ലെങ്കിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനമാണ് എന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കമുണ്ടാവില്ല. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട പാർട്ടി സഖാക്കൾ അത് മനസ്സിലാക്കുന്നുണ്ടാവും. ഇന്ന് നിങ്ങൾക്ക് കാണാമല്ലോ ആയിരക്കണക്കിന് സഖാക്കൾ വരുന്നത്. ഇവരെന്താ പറയുന്നത്? അവിടെ വരുന്നവരൊക്കെ വർഗീയവാദികളാണ്. ഇപ്പം നിലമ്പൂരിൽ വന്ന 10,000-കണക്കിന് ആളുകൾ വർഗീയവാദികളാണ്. ഇന്ന് മഞ്ചേരിയിൽ വരാൻ പോകുന്ന 10,000-കണക്കിന് ആളുകൾ. അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് വർഗീയവാദികളാണ്. അതിന് ഉത്തരവും പാർട്ടി പറയേണ്ടി വരും. അങ്ങനെ ഇവരൊക്കെ വർഗീയവാദികളായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർ വർഗീയവാദികളായി? ഇവരുടെയൊക്കെ മുൻ ചരിത്രം എന്താ പെട്ടെന്ന് ഇങ്ങനെ വർഗീയവാദികളാകാൻ കാരണം? അതിനും ഉത്തരം ഈ പറയുന്ന പാർട്ടി നേതൃത്വവും ഈ പറയുന്ന CM-ഉം പറയേണ്ടി വരും. അതാണ് ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. DMK-യുടെ നേതാക്കൾ ഇന്നത്തെ പൊതുസമ്മേളനത്തിന് എത്തുമോ? അതുമായിട്ട് ഈ ചർച്ചയിൽ എന്താണ് അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം? അത് ഇപ്പം പറയാനായിട്ടില്ല. ഇന്ന് പരിപാടികൾ കാണാനും ഒബ്സർവ് ചെയ്യാനും ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഈ മതേതര സ്വഭാവമുള്ള ഉത്തരവാദിത്തപ്പെട്ടവരോടെ ഉണ്ടാവും. സ്റ്റേജിലുണ്ടാവില്ല, അവരോട് ഉണ്ടാവും. അതാ ജനക്കൂട്ടത്തിൽ കണ്ടെത്താൻ നിങ്ങളുടെ കഴിവാണ്. അപ്പോ അത് നിങ്ങളുടെ കഴിവാ. ആ ജനക്കൂട്ടത്തിൽ എവിടെയെങ്കിലും ഇവരൊക്കെ ഉണ്ടാവും. ഇവർ ഈ കാര്യം പരിശോധിക്കാൻ വരുന്നവരാണ്. അതിൽ അവർ മാത്രമല്ല, വേറെ പലരും ഉണ്ട്. അത് നിങ്ങൾ ഇഷ്ടംപോലെ ആളുകൾ ഇന്നുണ്ടാവല്ലോ. ഈ സാങ്കേതിക പ്രശ്നം എന്നുള്ളത്, അതായത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള സാങ്കേതിക പ്രശ്നം ഒരുപക്ഷെ താങ്കളുടെ MLA കാലാവധിയോടുകൂടി തീരും. അതിനുശേഷം ഇതൊരു രാഷ്ട്രീയ പാർട്ടിയായി മാറും, അങ്ങനെയാണോ? അല്ല, അതല്ല. നമ്മൾ ഉയർത്തിയ ഈ വിഷയങ്ങൾ സാമൂഹികമായി ഉയർത്തിക്കൊണ്ടുവന്ന് ഇനി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി സഹകരിക്കാൻ ആയിരക്കണക്കിന് ആളുകളുണ്ട്.
അതിന് ഒരു നെറ്റ്വർക്ക് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആകെ യോഗം നടത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ മറ്റുള്ള 13 ജില്ലകളിലും ഈ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പൊതുസമ്മേളനങ്ങൾ നടത്താൻ തന്നെയാണ് തീരുമാനം. ഈ കണ്ണൂരിലെ പ്രബലനായ ഒരു പാർട്ടി നേതാവ് താങ്കളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഡിവൈഎഫ്ഐ പറഞ്ഞു ഒരു പാർട്ടി നേതാവ് പോയിട്ട് പാർട്ടി അംഗം പോലും താങ്കളുടെ കൂടെ ഇല്ലെന്നാണ്. ഡിവൈഎഫ്ഐ അത് പറഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ ആരാ പറയുന്നത്? നേതാക്കന്മാരല്ലേ. ആ അഭിപ്രായം അണികൾക്കുണ്ടോ ചോദിക്കുന്നവള്. ഇപ്പോൾ ഡിവൈഎഫ്ഐ ആയാലും CPM ആയാലും ഈ പറയുന്ന അഭിപ്രായം ആ നേതാക്കളുടേത് മാത്രമാണ്. അണികൾ ഈ അഭിപ്രായം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അവരൊന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി അന്വേഷിക്കട്ടെ എന്ന്. ഇന്നത്തെ പരിപാടിയിൽ അങ്ങനെ അപ്രതീക്ഷിതമായ പ്രബലരായ നേതാക്കളൊക്കെ ഉണ്ടാകുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം അതൊന്നും പറയാൻ പറ്റില്ല. നമ്മളങ്ങനെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ കാര്യത്തിൽ ഒരു തിരക്കില്ല. തുടക്കം മുതലേ ഭയങ്കര തിരക്ക് കേൾക്കാം. നിങ്ങളെ തിരക്കുകൊണ്ടാണ് ഇപ്പോൾ ഈ ആഴ്ച തന്നെ ഈ കാര്യം പറയേണ്ടി വന്നത്. ഇത് 2-3 ആഴ്ച കൂടി കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഇനിയെങ്കിലും എന്നെ തിരക്കാതിരിക്കുക. ഞാനൊന്നും മെല്ലെ ഈ ആളുകളായിട്ട് ഈ സാധാരണക്കാരായിട്ട് പോട്ടെ. ഇന്നിപ്പോൾ അവിടെ രാവിലെ പന്തൽ വന്നപ്പോഴും ഉയർന്ന ചോദ്യത, പ്രബലരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടാവുമോ? ആരാ പ്രബലന്മാർ? ഈ നാട്ടിലെ സാധാരണക്കാരാണ്, ഈ നാട്ടിലെ തൊഴിലാളികളാണ്, ഈ റോട്ടിൽ വണ്ടി ഓടിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളും ടാക്സി തൊഴിലാളികളാണ്, വഴിയോര കച്ചവടക്കാരാണ്. അവരാണ് ഈ രാജ്യത്തിൻ്റെ പ്രബലർ. അവരിലാണ് ഞാൻ വിശ്വാസം അർപ്പിക്കുന്നത്. അങ്ങനെ പ്രബലരായിട്ടുള്ള 10,000-കണക്കിന് ആളുകൾ ഇന്നത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കും. അത്രയേ ആ വിഷയത്തെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അവരിലാണ് ഞാൻ പ്രബലത കാണുന്നത്. നല്ല തേച്ച് മിനുക്കിയ ഷർട്ടും മുണ്ടും എന്താ പറയുക സുന്ദരമായ മുഖവും നല്ല വാക്ചാരിതയും ഉണ്ടെങ്കിൽ അവർ പ്രബലരാണ് എന്ന് തെറ്റിദ്ധരിച്ചൊരു സമൂഹം ഇവിടെ ഉണ്ട്. ആ തെറ്റിദ്ധരിച്ച സമൂഹത്തിനെ തെറ്റിത്തിരുത്തിക്കാൻ ജനമാണ് ഇതിൻ്റെ ശക്തി, ജനമാണ് പ്രബലര്. ആ ആശയത്തിലേക്ക് കേരളത്തിലെ യുവാക്കളെ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ് കേരളത്തിലെ ഈ പറയുന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഈ സോഷ്യൽ സംവിധാനം. അതാണ് ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത്. മഞ്ചേരിയിൽ ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട് SOGയുടെ പരാതിയിൽ. കേസ് ഇനിയും വരും. ആ വകുപ്പ് അത് ഉണ്ടാവുമല്ലോ. ADGP അജിത് കുമാർ സ്വർണം കടത്തിയാൽ വകുപ്പ് തന്നെ കേസ് തന്നെയല്ല. പൂരം കലക്കിയാൽ കേസില്ല. മനസ്സിലായോ? അരീക്കോടത്തെ പോലീസ് SOG ക്യാമ്പിൽ നിന്ന് ഫോൺ ചോർത്തുന്നു. അവിടുത്തെ അത്യാധുനിക ഈ പറയുന്ന മാവോയിസ്റ്റ് ആക്രമണം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള UAPA കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുണ്ടാക്കിയ സിസ്റ്റം ചോർത്തി ഈ പറയുന്ന ADGP അജിത് കുമാറും സുജിത് ദാസും അവർക്ക് ആവശ്യമായ കേരളത്തിലെ പ്രബലരായ മന്ത്രിമാരുടെ, പൊതുപ്രവർത്തകരുടെ, പത്രമാധ്യമ പ്രവർത്തകരുടെ, സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാവരുടെയും ഫോണുകൾ ചോർത്തുന്നുണ്ട് എന്ന വിവരം എനിക്ക് ലഭ്യമായിട്ടുണ്ട്. ഇത് പരിശോധിക്കണം എന്ന് പറയുന്ന പരാതി കൊടുത്ത്, ആ പരാതി കൊടുത്ത കട്ടവനവിടെ നിൽക്കട്ടെ, കണ്ടവനവിടെ നിൽക്കട്ടെ, കാണാത്ത ഞാൻ പറയാം എന്ന് പറയുന്ന സ്ഥിതിയാണ്. ഇതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ സ്ഥിതി. കേസെടുക്കട്ടെ എന്ന്. ഇന്ന് ചിലപ്പോൾ ഈ പരിപാടിയുടെ മുന്നിൽ ചിലപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടേക്കാം. ഞാനതിന് റെഡിയായിട്ട് നിൽക്കണം. അന്വേഷണ റിപ്പോർട്ടിൽ വിധാൻ കേസ്, മാമി കേസ് ഇതിലൊക്കെ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെന്ന് പറയുമ്പോൾ പോലും ADGP കണക്ട് ചെയ്തൊന്നും അതിലില്ല. ADGP മന്ദപുത്രനല്ലേ? ആ മന്ദപുത്രൻ എന്ത് ചെയ്യും? താങ്കളുടെ പാർട്ടിയുടെ ഷോർട്ട് ഫോം DMK എന്നാണ് പേര്. അപ്പൊ DMK അത്ര ശക്തമല്ലെങ്കിലും കേരളത്തിലെ ഒരു പാർട്ടി എന്ന നിലയ്ക്കുണ്ട്. അത് തമ്മിലൊരു കൺഫ്യൂഷൻ വരുമോ? അല്ല, കൺഫ്യൂഷൻ വരാണെന്നില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ കേരള കോൺഗ്രസ് M, കേരള കോൺഗ്രസ് B, കേരള കോൺഗ്രസ് C, പിന്നെ ഏതൊക്കെയല്ലേ അശ്വിനി? വല്ല കൺഫ്യൂഷൻ ഇവിടെ ഉണ്ടാവും. ഒരാൾക്ക് വലിയ കൺഫ്യൂഷനില്ല. ഇതിപ്പോൾ അവിടെ തമിഴ്നാട്ടിലൊരു DMK ഉണ്ട്, ഇവിടെ ഒരു DMK ഉണ്ട്. ഒരിക്കലും കൺഫ്യൂഷനിലല്ല. അങ്ങനെ ബ്രാക്കറ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന സോഷ്യൽ മൂവ്മെന്റ്. താങ്കളുടെ പാർട്ടിയോടുള്ള നിലപാട് വൈകാതെ UDF വ്യക്തമാക്കുന്നതാണ്. KC വേണുഗോപാൽ എന്താണ് UDF ഒരു നിലപാട്? സമദൂരമാണോ? ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ഈ എന്താ പറയുക, കുട്ടി പറക്കുന്നേ ഉള്ളൂ. ഇതുവരെ ഗർഭിണിയാണ്. ഇന്നേ പ്രസവിക്കുന്നുള്ളൂ. ഇങ്ങനെ എന്താ പറയുക, ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി എന്താ പറയുക, ഒരു കാലുറക്കാനുള്ളൊരു ചെറിയ സമയമെങ്കിലും വേണ്ടേ? ജനം എന്ത് തീരുമാനിക്കുന്നു നോക്കാൻ നോക്കുന്നു. വി വിൽ സി. ഇത് ആരുടെയും കുത്തകയല്ല ജനം. അങ്ങനെ ചില ധാരണയിൽ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ അതാണല്ലോ, എന്താ പ്രബലന്മാരുണ്ട്. എന്താണ് ഇതിൻ്റെ മീനിങ്?
നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രബലന്മാരാക്കിയതാരാ? ഇനി ആ ആംഗിളിൽ നമുക്ക് സംസാരിക്കാം. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളല്ലേ. അപ്പം പ്രബലരല്ലാതാക്കുന്നത് ആരാണ്? ഈ പറയുന്ന ജനതയാണ്. ആ ജനതയ്ക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അവർ ഈ സമൂഹത്തിൽ എന്താ പറയുക നേരിട്ട വിഷയങ്ങളാണ് ഞാൻ ഉന്നയിച്ചത്. ഒരു ജില്ലയെ തന്നെ പരിപൂർണമായിട്ടും അപരവൽക്കരിക്കുന്ന രീതിയിൽ പറയുക മാത്രമല്ല, അത് ലോകം മുഴുവൻ എത്തത്തക്ക രീതിയിൽ ഡൽഹിയിൽ പോയിട്ട് പത്രസമ്മേളനം നടത്തുക, എന്നിട്ട് പിന്നെ ഞാനത് അങ്ങനെ പറഞ്ഞില്ല എന്ന് പറയാം. എന്താ ഇവർക്ക് പറ്റിയ PR ടീമിന് പറ്റിയ അമളിയാണെന്ന് പറയുക. എന്നാൽ അങ്ങനെ ഒരു അമളി പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പത്രം ഇറങ്ങി 15ാമത്തെ മണിക്കൂർ രാത്രി 8:30 മണിക്ക് ഞാനതിനെക്കുറിച്ച് കോഴിക്കോട് നിന്ന് ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുന്നത്. പിറ്റേ ദിവസം 30 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതൊരു വിശദീകരണമാണ്. അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ രാവിലെ എന്തുകൊണ്ട് വിശദീകരണം കൊടുത്തിട്ടില്ല? അപ്പം ഇതൊക്കെ പച്ചക്കള്ളല്ലേ, പച്ചക്കള്ളം. ഇതൊക്കെ ഇനി നമ്മൾ വെറുതെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട്. KT ജലീൽ പറയണം, KT ജലീലും സ്വർണ്ണക്കടത്ത് മലപ്പുറം കണക്ട് ചെയ്ത് പറയുകയാണ് പാണക്കാട് നിന്ന് മതവിധി ഉണ്ടാവണം സ്വർണ്ണക്കടത്തിനെതിരെ എന്നൊക്കെ പറഞ്ഞു. KT ജലീലിനെ മുന്നിട്ട് താങ്കളെ ഡിഫൻസിലാക്കാൻ നിൽക്കുവാണ്. എന്നെ ഡിഫൻസിലാക്കാൻ ഒരാൾക്കും കഴിയില്ല. കാരണം ഞാൻ ഉന്നയിക്കുന്ന ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ വിഷയമാണ്. ഇവിടെ പോലീസ് നടത്തിയ ക്രിമിനൽ ആക്ടിവിറ്റിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് കൊണ്ടോട്ടി അങ്ങാടിയിലെ കടല വറുക്കുന്നവർക്കറിയാം. ഈ ഇന്റലിജൻസും വിജിലൻസും ക്രൈംബ്രാഞ്ചും SSBയും എല്ലാം ഒരു പോലീസ് സേനയിലുണ്ടായിട്ട് ഒരു SPയും ഒരു ഡാൻസ് ഓഫ് സംഘവും ഇത് നടത്തി നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ADGP അജിത് കുമാറും P ശശിയിലേക്കും അവരുടെ കൃത്യമായ സഹായവും അവരുടെ ഒരു ഉറപ്പുമില്ലെങ്കിൽ എങ്ങനെ 3 കൊല്ലം നടത്തുക? ഒരു 5 ആളെ കടത്തി 10 സ്വർണം പൊട്ടിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇത് അങ്ങാടി പാട്ടാണ്. രാത്രിയിൽ വരുന്ന പാസഞ്ചറിൽ നിന്ന് ഇത് അടിച്ചു മാറ്റാൻ കരിപ്പൂർ എയർപോർട്ടിന്റെ 2 കിലോമീറ്റർ നീളത്തിലുള്ള മെയിൻ റോഡിന്റെ 2 ഭാഗത്തുള്ള കടകൾ രാത്രി 10 മണിക്ക് അടക്കണം. അലിഖിത നിയമം. ഇതൊക്കെ ഇത്രയും പച്ചയായി ഈ കാര്യങ്ങൾ നടന്നിട്ട് ഇനിയും അതിനെ ന്യായീകരിക്കാൻ CM പോട്ടെ, എന്ത് ബേസിലാണ് ഈ പാർട്ടി ഇതിനെ ന്യായീകരിക്കുന്നത്? എന്താ പാർട്ടി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതെവിടെ എവിടെ എവിടെ പോയി എത്തണമെന്ന് ആഗ്രഹിക്കുന്നത്? എനിക്ക് ശേഷം പ്രളയം എന്നതാണ് ചിലരുടെ ഉദ്ദേശമെങ്കിൽ യാതൊരു നിവൃത്തിയില്ല. അതിന് പാർട്ടി കൂടി അതിന് നിന്ന് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ഈ പാർട്ടിയിൽ പ്രതീക്ഷ അർപ്പിച്ച, ഈ സംവിധാനം ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച കേരളത്തിലെ ഈ പറയുന്ന ലക്ഷോപലക്ഷം വരുന്ന സാധാരണക്കാരായ മനുഷ്യരുടെയും എന്താ പറയുക സഖാക്കളുടെയും അവർക്കൊരു ആശ്വാസമാണിത്. ആ മരമാണ് വെട്ടിക്കളയുന്നത്. അതായത് ഇന്നലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞത് തന്നെയാണ് ജലീൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞത്. അതെ, പാണക്കാട് നിന്നൊരു മതവിധി ഉണ്ടായാൽ ഈ സ്വർണ്ണക്കടത്ത് നിയന്ത്രിക്കാൻ കഴിയുമെന്ന്. അതായത് ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തെ തന്നെയാണ് അത് പ്രതികൂട്ടിലാക്കി അദ്ദേഹം സംസാരിക്കുന്നത്. അല്ല, ജലീൽ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ജലീൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിൽ അദ്ദേഹം നടത്തിയ ഒരു സമൂഹത്തിന് എതിരെ നടത്തിയ ഏറ്റവും മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അതിനെ കാണാൻ പറ്റും. അത്രത്തോളം അദ്ദേഹം തരം താഴും എന്ന വിശ്വാസം എനിക്കില്ല. ഞാനത് കേട്ടിട്ടില്ല. ഈ കേരളത്തിൽ പല മുന്നണികളും ഉണ്ട്, പല രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് PV ഈ തമിഴ്നാട്ടിൽ പോയി രാഷ്ട്രീയം പ്രാപിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിൽക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഇവിടെ നമ്മളൊരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിലോ ഒരു ജില്ലയിലോ ഒരു സംസ്ഥാനത്തോ നിൽക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയ ഭരണക്രമം എന്താണ്? രാജ്യത്തിന്റെ പാർലമെന്റ്, അതിന്റെ താഴെ സ്റ്റേറ്റ്, അതിന്റെ താഴെ ഡിസ്ട്രിക്ട്, അതിന്റെ താഴെ വരുമ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ. ഇതാണല്ലോ നമ്മുടെ ഒരു ഭരണക്രമം. അപ്പൊ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിനോ ഒരു ജില്ലക്കോ ഒരു സ്റ്റേറ്റിനോ ഉള്ളതല്ല. നമ്മളൊരു രാഷ്ട്രീയപരമായ നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഒരു രാജ്യത്തിന്റെ വ്യവസ്ഥാപിതമായ വ്യവസ്ഥിതിക്കനുസരിച്ച് വേണം നമ്മൾ അതിനെ ഷേപ്പ് ഔട്ട് ചെയ്യാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ പറയുന്ന കമ്മ്യൂണൽ ഇഷ്യൂസും വർഗീയതയും തന്നെയാണ്. അതിന് കൃത്യമായി അതിനെതിരെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് സ്വാഭാവികമായിട്ടും ആ ഒരു മൈൻഡിലൊരു വ്യക്തി എന്ന നിലക്ക് ഞാനല്ല വേറെ ആരായാലും അന്വേഷിക്കും. അത് ഇന്ന് തെരഞ്ഞാൽ കാണാവുന്ന ഒരു പേര് എന്ന് പറയുന്നത് ഈ പറയുന്ന സ്റ്റാലിൻ തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 40 സീറ്റാണ് അവിടെ, 23 സീറ്റിലാണ് ആ പാർട്ടി മത്സരിച്ചത്. ബാക്കി 17 സീറ്റും ഘടകകക്ഷികൾ കൊടുത്തിരിക്കുന്നു. സത്യത്തിൽ അവിടെയുള്ള ഘടകകക്ഷികളുടെ അവസ്ഥ എനിക്കറിയാം.
ഒരു 5ഓ 8ഓ സീറ്റ് പോലും കൊടുത്താൽ തൃപ്തരാകും മൊത്തം അവിടെയുള്ള എല്ലാ ഘടകകക്ഷികൾക്കും. പക്ഷെ എന്താ അദ്ദേഹം ചെയ്തത്? ഒരു വോട്ട് പോലും പോകരുത്, ഒരു കമ്മ്യൂണിറ്റി പോലും നഷ്ടപ്പെടരുത്, ഒരു സാമൂഹ്യ സംഘടനയുടെ വോട്ട് പോലും BJPയിലേക്ക് പോകരുത്. BJPയുടെ എൻട്രി അങ്ങനെ തന്നെ അങ്ങോട്ട് സീൽ ചെയ്തു. എന്തുമാത്രം വലിയ സാക്രിഫൈസ് ആ പാർട്ടി നടത്തിയത്. തിരിച്ച് നിങ്ങൾ കേരളത്തിലേക്ക് ആലോചിച്ച് നോക്കൂ. എന്ത് വില കൊടുത്തും ഇതുവരെ ഒരു രാഷ്ട്രീയ പാർലമെന്റിൽ ഒരു സീറ്റ് നേടാൻ കഴിയാത്ത BJPക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ, ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ സമവാക്യങ്ങളെ തെറ്റിക്കാൻ ചില്ലറ താല്പര്യങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ തൃശ്ശൂർ പൂരം തന്നെ കലക്കി, അതിനൊരു ADGPയെ വിട്ട് അതിനു വേണ്ടിയുള്ള ഉദ്യോഗസ്ഥന്മാരെ അയച്ചത് കലക്കി അവർക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ ആർക്ക് സാധിച്ചു? കേരളത്തിലെ CMന് സാധിച്ചു. ഒരു തർക്കവും ആർക്കില്ലല്ലോ. അപ്പോൾ അത് രണ്ടുമാണ് വ്യത്യാസം. അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ CPM ആയിട്ടാണ് പലപ്പോഴും മുഖ്യമന്ത്രി PCC അങ്ങനെ പ്രമുഖന്മാരുമായിട്ടാണ് താങ്കൾ നിഷേധിച്ചാൽ അവരൊക്കെ പ്രഗത്ഭർ തന്നെയാണ്. അപ്പോൾ ഒരു പാർട്ടി രൂപീകരിക്കുക, അല്ലെങ്കിൽ അതൊരു കൂട്ടായ്മയിലേക്ക് മാറുക എന്നൊക്കെ പറയുമ്പോഴും അതിന് നിയമപരമായ കാര്യങ്ങളുണ്ട്. അത് സംഘടന നിയമപരമായ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ പോലും ഒരു പൊതുയോഗത്തിൽ ആ സംഘടന പ്രഖ്യാപിച്ചാൽ വിഷയങ്ങൾ ഒക്കെ കേസിലേക്ക് മറ്റുമൊക്കെ പോകാം. നിയമവിദഗ്ധരുമായി നിർദ്ദേശം തേടിയിട്ടുണ്ട്. അല്ല, അതൊക്കെ ഭയപ്പെട്ടിട്ട് അതൊക്കെ ബാധിക്കാൻ പോകുന്ന ഇപ്പോൾ ഈ 3 വർഷത്തെയാണല്ലോ. അപ്പം ഇതിൻ്റെയൊക്കെ ആകത്തുക ചുരുക്കം എന്താണ്? ഞാനിതൊക്കെ നിർത്തിയിട്ട് ആ സാധനം തൊക്കിൽ വെച്ചിട്ട് MLA ആയിട്ട് ഇങ്ങനെ ഇരിക്കണം എന്നല്ലേ? അങ്ങനെ ഇരിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾക്ക് നമ്മൾ ഉന്നയിച്ച വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നമുക്ക് കുറച്ച് പിൻബലം വേണം. അതിൻ്റെ ഒരു പിൻബലം ഈ പറയുന്നത്, ഇപ്പോൾ ഒരു നിയമസഭയിൽ ഞാനൊരു നിയമസാമാജികന എന്ന നിലയ്ക്ക് എനിക്ക് കുറേ നിയമ സംരക്ഷണമുണ്ട്. ആ സംരക്ഷണ വലയം എത്രത്തോളം നിലനിർത്താൻ കഴിയുമോ അത്രത്തോളം നോക്കും. ആ സംരക്ഷണ വലയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ അപ്പം അത് ബ്രേക്ക് ചെയ്യും. അതല്ലാതെ കാലാകാലം ഇത് താങ്ങി പിടിച്ചിരിക്കുക എന്നുള്ള ഉദ്ദേശമൊന്നുമില്ല. ഇന്നത്തെ ഒരു സാഹചര്യം ഇപ്പോൾ 8ഓ 10ഓ കേസിൻ്റെ പേരിലുണ്ട്. ഇനി എത്ര കേസുകൾ അതിൻ്റെ എന്താ പണിപ്പുരയിലാണെന്നറിയില്ല. ഈ മൂവ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇങ്ങനെയുള്ള വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. ആ സിറ്റുവേഷനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും ടെക്നിക്കലായിട്ട് ലീഗലായിട്ട് എന്നുള്ള നോക്കുന്നത്? എന്താ പറയുക, അത് കളരിപ്പയറ്റും കുംഫും കരാട്ടെ എല്ലാം കൂടെ പഠിച്ചിട്ടില്ല ഒരു കളി കളിച്ച് നോക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് ലീഗൽ റൈറ്റ് ഉണ്ടെങ്കിൽ പോലും നാളെ രാവിലെ തന്നെ എന്നെ സസ്പെൻഡ് ചെയ്യപ്പെടാം നിയമസഭയിൽ നിന്ന്. ഒരു തർക്കമില്ല. എന്നെ പാർട്ടിയിൽ നിന്ന് ഇതുവരെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നോട്ടീസ് കിട്ടിയിട്ടില്ല. ഞാൻ സ്പീക്കർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ സീറ്റ് മാറ്റിയത് എന്തിനടിസ്ഥാനത്തിലാണ്, പ്രതിപക്ഷ ബെഞ്ചിലേക്ക് എന്തടിസ്ഥാനത്തിലാണ് എന്നെ മാറ്റിയത്, അതിൻ്റെ കാരണം അറിയിക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്തിന് മറുപടി കിട്ടുമോ നോക്കട്ടെ. ആ മറുപടിക്കനുസരിച്ചായിരിക്കും ഈ നിലപാട് സ്വീകരിക്കുക. അപ്പോൾ പിന്നെ ഇത്രയൊക്കെ ഈ പറയുന്ന നിയമപരിരക്ഷയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചാൽ പോലും നാളെ പൊളിറ്റിക്കലി എന്നെ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പ്രതീക്ഷ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥിതിയിലാണ്. ആ നിയമപരമായ പോരാട്ടം നമ്മൾ നടത്തും. സ്പീക്കർക്ക് അത് സ്പീക്കറാണ് എൻ്റെത്. അറിയിച്ചിട്ടില്ല. എന്തിനു മാറ്റിയെന്നും അറിയിച്ചിട്ടില്ല. താങ്കൾക്കെതിരെ ഈ ഇതുവരെ ഒരു വർഗീയ ചാപ്പയായിരുന്നു CPM ചാർത്തി തന്നത്. താങ്കളുടെ പിന്നിൽ വർഗീയ സംഘടനകളായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ MK സ്റ്റാലിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ പിണറായി വിജയനേക്കാൾ ഈ ഫാസിസ്റ്റ് വിരുദ്ധനായി കാണപ്പെടുന്ന ആളാണ്. ഇനി സ്റ്റാലിനുമായിട്ട് DMK ആയിട്ട് സാഹചര്യത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ പുതിയതായിട്ട് എന്ത് ചാപ്പയാണ് പ്രതീക്ഷിക്കുന്നത്? പലതും ആക്കാന്ന് അവർക്ക് എന്ന് പറയാതെ. ഞാൻ പറഞ്ഞില്ലേ, ഒരു മുസ്ലിം വിട്ടുപോയാൽ ഓൻ സുഡാപ്പി, ഒരു ഹിന്ദു വിട്ടുപോയാൽ ഓൻ സംഘി, ഒരു ക്രിസ്ത്യാനി CPM വിട്ടാൽ ഓൻ ക്രിസംഗി. ആ പടി ഇറങ്ങുന്നതിന് മുമ്പ് കുത്തും. ആ സ്റ്റെപ്പ് ഇറങ്ങുന്നതിന് മുമ്പ് കുത്തിക്കളയും. അത് കുറേ ആളവർ കുത്തി. അപ്പം അതുകൊണ്ട് തന്നെ അതിനാദ്യം എന്താ പറയുക നേരിട്ടത്. വീട്ടിൽ ജോലി ചെയ്തിരുന്ന എന്താ പറയുക പിന്നാക്ക സമുദായത്തിൽപ്പെട്ട കാളിക്കുട്ടിയുടെ മുലപ്പാൽ ഞാൻ കുടിച്ചിട്ടുണ്ട് എന്ന് എന്നെ കൊണ്ട് അവർ പറയിച്ചതാ. അപ്പം അതിലൊക്കെ ഇപ്പോൾ അവർ പരാജയപ്പെട്ടു. ഇനി അവർക്കൊരു വഴിയില്ല. ഇനി ആകെ വഴി എന്താ? കേസിൽ കുടുക്കി ജയിലിലടക്കുക എന്നുള്ളത്. അവർ നോക്കട്ടെ എന്ന് നമുക്ക് നോക്കാം. ആരുമായിട്ട് ഞാനൊരു ചർച്ച നടത്തിയില്ല. ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ആദ്യം നിങ്ങൾ ചോദിക്കും ആരാ പിന്നിൽ, ആരുമായിട്ടാണ് ചർച്ച?
ഞാനിപ്പോൾ ഈ പോകുന്നു അതിൽ പലരും നമ്മളെ വിളിച്ച് ഈ പറയുന്ന പോലെ പിന്തുണ അറിയിക്കുന്നുണ്ട്. നിങ്ങൾ മുന്നോട്ട് പോ, ഞങ്ങളൊന്ന് നോക്കട്ടെ, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഞാൻ വാർത്തയിൽ കണ്ടു അത്. അല്ല, അതൊന്നും അവർക്ക് ബാധകമല്ലെങ്കിൽ എല്ലാ കാലത്തും അവരെ സഹായിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് AP വിഭാഗം, നമുക്കറിയാലോ. അപ്പോൾ അവരെ കൊണ്ടൊക്കെ അങ്ങനെ പറയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കും അത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാവും. ഞാൻ ആ മാഗസിൻ ഞാൻ കണ്ടില്ല. സ്റ്റാലിനെയും പിണറായി വിജയനും തുടർച്ചയായി താരതമ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത്തരം താരതമ്യത്തിലൂടെ സീറ്റുള്ള ഒരു വിഭാഗം അതിന്റെ ഫലമായി താങ്കളൊപ്പം വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്റ്റാലിനെയും പിണറായി വിജയനും സംഘപരിവാർ എഴുതിയതിന്റെ പേരിൽ മറ്റു ഇപ്പോൾ തുടർച്ചയായി താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ഉദ്ദേശം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ അടർത്തി താങ്കളൊപ്പം കൂട്ടാനാകുമെന്ന് പ്രതീക്ഷയാണോ? ഉണ്ടല്ലോ, ഇന്നലെ അടർത്തുന്ന ഓൾറെഡി ഉണ്ടല്ലോ, ആയിരക്കണക്കിന് സഖാക്കളുണ്ട്. അവരിതുവരെ നടത്തിയിരുന്ന പ്രചരണം ഞാൻ ലീഗാവും, ഞാൻ ജമാഅത്ത് ഇസ്ലാമിയാകും, ഞാൻ കോൺഗ്രസിലേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ സഖാക്കളെ ഒരു പരിധിവരെ അവർ തടഞ്ഞു നിർത്തിയിരുന്നത്. ആ വിഷയം ഇന്നത്തോടു കൂടി അവസാനിക്കല്ലേ? ഈ സ്റ്റാലിനും മുഖ്യമന്ത്രി പിണറായി തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. അല്ല, ഞാൻ അങ്ങനെ ഒരു സ്റ്റാലിനെ കണ്ടിട്ട് ഇറങ്ങിയല്ല ഇതിന്. അങ്ങനെ ഒന്നും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ എൻ്റെ മൂവ്മെന്റ് ആയിട്ട് പോവും, അതിൽ ഒരു തർക്കമില്ല. ആരെവിടെ തടുത്താലും അടുത്ത വാതിൽ എനിക്ക് തുറക്കും, എനിക്കറിയാം. അല്ലെങ്കിൽ നമ്മളെ തുറപ്പിക്കും. ഇല്ലെങ്കിൽ ഈ അടഞ്ഞു കിടക്കുന്ന വാതിൽ ഈ ജനത്തിനെയും കൂട്ടിയിട്ട് ഞാൻ പോരാട്ടം തുടരും. അതിലൊന്നും PV അൻവറിന് ഒരു മടിയില്ല, ഒരു ബേജാറുമില്ല. കാരണം എനിക്ക് ഇതിൽ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടെങ്കിലും ഒക്കെ ഞാൻ ഷെയ്ക്കാവും. എനിക്കതൊരു കാലിച്ചായൻ്റെ ഉദ്ദേശം ഇതിലില്ലാത്തടത്തോളം കാലം. ഇപ്പം മഞ്ചേരി ഇന്നത്തെ പരിപാടി നടക്കുക, എനിക്ക് കടം ഇല്ലെങ്കിൽ തന്നെ കടത്തിൻ്റെ മുകളിൽ അടുത്ത കടം കയറുകയാണ്. ഒരു 10 സെന്റ് വിൽക്കാമെന്ന് വിചാരിച്ചാൽ യാതൊരു മാർഗ്ഗമില്ല. എല്ലാത്തിലും കൊടുത്തിട്ട് മിച്ചഭൂമിയാണ് കേസിട്ട് വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഒരു മനുഷ്യനെ മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ 4 വഴിക്കും എന്നെ ലോക്കാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്നിട്ടാണ് ഈ എന്താ പറയുക, ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പം 7 കൊല്ലമായി നിങ്ങളൊക്കെ പാടെ പൂട്ടിച്ച പാർക്ക് സുപ്രീം കോടതി വരെ പോയിട്ട് അതിപ്പോൾ തുറക്കാനുള്ള ഓർഡർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വന്ന് സർവേ നടത്തി ഇത് ഡിസാസ്റ്ററിലല്ല എന്ന് ഒഫീഷ്യലി അവർ അത് സർട്ടിഫൈ ചെയ്ത് കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ആ ഫയല് കൈമാറി. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ CMന്റെ അണ്ടറിലായതുകൊണ്ട് CMന്റെ ഇനീഷ്യൽ വേണം. ആ സാധനം അദ്ദേഹത്തിന് മേശപ്പുറത്ത് കിടക്കുകയാണ്. ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് ഒന്നാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇനി അത് കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ഗവൺമെന്റിൽ അത് ഒപ്പിടുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു. ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് CPMന് വേണ്ടിയിട്ട് കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ എത്ര ശത്രുക്കളെ ഞാൻ ഉണ്ടാക്കി നിങ്ങൾക്കറിയാലോ. കേരളത്തിന്റെ നിയമസഭയിൽ ഒരാൾക്കും ഉന്നയിക്കാൻ കഴിയാത്ത ഒരാളും ഉണ്ടല്ലോ. ഇപ്പൊ വലിയ പാർട്ടി സ്നേഹം പറയുന്ന 10-7 ഉണ്ടല്ലോ അവിടെ. ഈ പ്രതിപക്ഷത്തിനെതിരെ കാതലായ വിഷയങ്ങൾ വരുമ്പം മെല്ലെ മെല്ലെ ഒഴിഞ്ഞു മാറുക എന്നല്ലാതെ പ്രതിപക്ഷത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് 4 വർത്താനം പറയാനുള്ള സീരിയസ് ആയി പറഞ്ഞ ഒരു നേതാവിനെ അവിടെ കാണിച്ചു തരുമോ നിയമസഭയിൽ ഒരാളുണ്ടോ? കാരണം എന്താ, ഇതൊക്കെ സോപ്പിംഗ് ആണ്. ഇതിൽ കുറേ നെക്സസ് ഈ പറഞ്ഞതുപോലെ. അപ്പോഴും അവിടെ വ്യക്തസാക്ഷി ആരാ? PV അൻവർ. ഇപ്പം ഈ സാധാരണ ഈ സഖാക്കൾക്ക് വേണ്ടി പറഞ്ഞപ്പോൾ എന്നെ ചവിട്ടി പുറത്താക്കി. എന്നിട്ട് പാർട്ടി ഇതെന്ത് പാർട്ടിയത്? ഇതെന്ത് പാർട്ടിയാണ്? കണ്ണൂരിൽ ഞാൻ പറയട്ടെ, കണ്ണൂരിൽ കഴിഞ്ഞ 3 വർഷം 4 വർഷത്തിനിടക്ക് RSS BJP സംഘടനത്തിൽ എല്ലാ കേസുകളും BJP പ്രവർത്തകർ പ്രതികളായിട്ട് എല്ലാ കേസും വെറുതെ വിട്ടിരിക്കുകയാണ്. എന്നാലോ കമ്മ്യൂണിസ്റ്റുകാർ പ്രതികളായിട്ടുള്ള മുഴുവൻ ശിക്ഷിച്ചിരിക്കുകയാണ്. ഇതെൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അല്ല. ആ കണ്ണൂരിൽ നിന്ന് എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എന്നെ നേരിൽ വന്ന് കണ്ടും എന്നെ എൻ്റെ ടീമിനെയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഖാക്കളെടുത്തുള്ള വിവരമാണ്. ഇതെങ്ങനെയാണ് നടക്കുന്നത്? അപ്പം ഇതാ പറയുന്നത്. ഇതെല്ലാം സഖാക്കൾ മനസ്സിലാക്കുന്നത്, അനുഭവിക്കുന്നു. ഇനി അവർ തീരുമാനിക്കട്ടെ എന്ന്. മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇന്നലെ ചർച്ച കൂടിക്കാഴ്ച നടത്തിയോ? അല്ല പൊന്ന സുഹൃത്ത്, അതിപ്പോ കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ. താങ്കളുടെ മകനും സജീവമാണ്. അല്ല, മകന് എന്താ വെച്ചാൽ ഞാൻ മിനിയാന്ന് എനിക്ക് പോകാനൊരു മാർഗം അറിയാലോ. ഇന്നലെ തന്നെ നിവൃത്തിയില്ലാതെ പോയതാ. അപ്പൊ നമ്മുടെ ഈ പ്രപ്പോസൽ കൊടുത്ത് ഇവിടെ വിശ്വസിച്ച ആളെ കൊടുത്തിട്ട് നമുക്ക് ആരുമില്ലല്ലോ. ഇവിടെ നിങ്ങൾക്ക് ചായ ഉണ്ടായി തരുന്ന ഭാര്യയാണ്, പിന്നെ ഞാനും മകൻ. ഇതാണ് പോരാട്ടം. അപ്പൊ അതിന് വിട്ടാ അതിന്റെ പണി കഴിഞ്ഞാൽ അവൻ പോണേലേ പോകും. ഈ താങ്കൾ ഉന്നയിച്ച കാര്യങ്ങൾ എന്താണ്, എത്രത്തോളം ഒരു സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നതൊക്കെ ഈ DMK നേതാക്കൾക്ക് ഒരു ബോധ്യം ഉണ്ടല്ലോ അല്ലെ അവിടെ? അല്ല, അവരിപ്പോ ഈ പറയുന്ന
കഴിഞ്ഞ 1.5 മാസമായിട്ടുള്ള ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസും ക്രോണിക്കിളും ഒക്കെ ഇത് സ്ഥിരമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ വരുന്ന പോലെ റിപ്പോർട്ട് വരുന്നുണ്ട്. അവരിതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്, അവരുടെ ഇന്റലിജൻസ് അന്വേഷിച്ചിട്ടുണ്ട്. ഇത് ഇപ്പം ഈ കരിപ്പൂരിലെ ഈ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ ഉന്നയിച്ച വിഷയത്തിന്റെ ബേസ് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യമുണ്ട്. ബോധ്യമില്ലാത്ത രണ്ട് ആൾക്കാർക്കാ. അതാരാ ആരാന്ന് ഒന്ന് മുഖ്യമന്ത്രി, പിന്നെ ആരാ? അല്ല, ശശി പോട്ടെ, ശശി ഇതിലെ പ്രതിയല്ലേ. ഗോവിന്ദ മാഷ്. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായി, കേരളത്തിലെ ജനങ്ങൾക്കും കംപ്ലീറ്റ് മനസ്സിലായി. ഇതൊന്നും മനസ്സിലാത്ത രണ്ടാള്. തമിഴ്നാട്ടിലെ ഭരണത്തിനൊക്കെ വലിയ സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇടപെടാൻ കഴിയുന്ന വിഷയമാണ് ഈ വന്യമൃഗ പ്രശ്നം. കാരണം പലപ്പോഴും നമ്മുടെ അതിർത്തിയിലെ 5-6 ജില്ലകൾ തമിഴ്നാടിന്റെ ബോർഡറാണ്. അപ്പോൾ അവിടെ ഈ തമിഴ്നാടിന്റെ എന്തെങ്കിലും ഇടപെടൽ, പ്രത്യേകിച്ച് ഈ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ കേരളത്തിലെ ആളുകൾ എന്തെങ്കിലും അവരുടെ ശക്തമായ സഹായം അവിടെ ഉണ്ടാവും. കാരണം ഈ 2 സ്റ്റേറ്റും കൂടി വിചാരിച്ചാൽ തന്നെ നമ്മുടെ ഇപ്പം ഈ പറയുന്ന ഈ ബൗണ്ടറിയിൽ തമിഴ്നാടിന്റെ ബൗണ്ടറി ഷെയർ ചെയ്യുന്ന നമ്മുടെ സ്റ്റേറ്റിലെ ഈ വിഷയങ്ങൾ 2 സ്റ്റേറ്റുകൾ തമ്മിൽ കൃത്യമായ കോർഡിനേഷൻ ഉണ്ടായാൽ ആ വിഷയത്തിന്റെ ഒരു 90-95% നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഇത് അങ്ങനത്തെ ഒരു കോർഡിനേഷനും ഇല്ല. എന്താ നമ്മളെ വനംവകുപ്പ് മന്ത്രിയുടെ സ്ഥിതി നിങ്ങൾക്ക് അറിയാലോ. ആ സാധുവിന് വയസ്സായി, അദ്ദേഹത്തിന് എന്താ പറയുക, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. ഈ ഉദ്യോഗസ്ഥൻ, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, കെ സുധാകരൻ ഫോറസ്റ്റ് മന്ത്രിയാകുന്ന കാലത്ത് അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇതിലേറെ ആരോഗ്യം, ഇതിലേറെ ശേഷിയും ഇതിലേറെ ശക്തിയും ഉണ്ടായിരുന്ന സുധാകരൻ ഉള്ള കാലത്ത് എന്നോട് പറഞ്ഞ, എൻ്റെ അൻവറെ ആന കെട്ടിവലിച്ചാൽ ഈ വകുപ്പ് അനങ്ങൂല കേട്ടോ. അദ്ദേഹം ഉപയോഗിച്ച വാക്കതാ, ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, 20 വർഷം മുമ്പ് പറഞ്ഞതാ. അപ്പം അങ്ങനെ ഒരു വകുപ്പിൽ ഇങ്ങനെ ഒരു മന്ത്രിയും കൂടി ഉണ്ടായാൽ എന്താ സ്ഥിതി? അയാൾക്ക് സാധിക്കില്ല. ഞാൻ പാർട്ടിയോട് പലപ്പോഴും ഇത് പറഞ്ഞിട്ടില്ല, ഈ വകുപ്പ് പാർട്ടി ഏറ്റെടുക്കണം, അത് നല്ല ശേഷിയുള്ളവർക്ക് കൊടുക്കണം. ഇത് ഈ പറയുന്ന ഘടകകക്ഷികൾക്ക് കൊടുക്കേണ്ടതല്ല. ഈ പറയുന്ന 10, 80, 90 ലക്ഷം ആളുകളെ ബാധിക്കുന്ന വിഷയമാണ്. അത് പാർട്ടി ഏറ്റെടുക്കണം, മറ്റ് വകുപ്പുകൾ കൊടുക്കണം, ഇത് കൈകാര്യം ചെയ്യണം. ഇത് കേന്ദ്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് തടി ഊരുന്നതല്ല ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഗവൺമെന്റ് നിർവഹിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചതൊന്നുമല്ല, ഇതിനു മുമ്പ് അദാലത്ത് വെച്ചിരുന്നല്ലോ ഈ മലയോര മേഖലയിലെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും. അന്ന് അബ്ദുറഹ്മാൻ മിനിസ്റ്ററും ഈ മിനിസ്റ്ററും ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ ആ അദാലത്തിൽ പങ്കെടുത്ത കരടായിൽ. അന്ന് ഇതിലേറെ രൂക്ഷമായി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് പറയുന്നല്ല. പക്ഷെ താങ്കൾ ഈ നിരന്തരം ഞാൻ പാർട്ടിക്ക് കത്ത് കൊടുത്തിരുന്നു എന്ന് പറയാം. ഗോവിന്ദ മാഷ് അവസാനം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ശശിക്കെതിരായ ഒരു പരാതി മാത്രമാണ് ലഭിച്ചത്. താങ്കൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു പുസ്തകമാക്കാനുള്ള അത്രയും പരാതി ഉണ്ട് എന്നാണ്. പക്ഷെ ഇതിന് മുൻപ് ഒരു പരാതിയും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതിപ്പോഴല്ലേ പറഞ്ഞത്. ഞാൻ പുസ്തകമാക്കാനുള്ള പരാതിന്റെ മാസങ്ങളായി, കഴിഞ്ഞ 3-4 ആഴ്ചയായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് ഇതിന്റെ ഇടയിൽ മറുപടി പറഞ്ഞ് എനിക്കിനിപ്പോൾ AKG സെന്ററിൽ പോയിട്ട് ആ പെട്ടി തുറന്നിട്ട് ഇത് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അതിൽ വസ്തുത ഉണ്ടെങ്കിൽ എന്ന് പറയണം. ഞാൻ ആദ്യം പറഞ്ഞ അന്ന് പറയണം. ഞാനത് പറയാൻ തുടങ്ങിയിട്ട് 1 മാസമായി. ഇന്നലെ മിനിയാന്നോ മാഷ പറഞ്ഞാൽ മതിയോ? ഇങ്ങനെ കളവ് പറഞ്ഞിട്ട് ഇത് മൂടി വെക്കാൻ സാധിക്കുമോ? നേരത്തെ കോടിയേരിയൊക്കെ ഉണ്ടാകുമ്പോൾ പാർട്ടി മുഖ്യമന്ത്രി അല്ലെങ്കിൽ പാർലമെന്റ് പാർട്ടി ലീഡർ ഉണ്ടെങ്കിൽ പോലും പാർട്ടി സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറിക്കാരുടെ നിലപാടെടുക്കുന്ന ചില കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഗോവിന്ദമാർ അത്ര നിലപാടെടുക്കാറ്? അല്ല, ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. 2-3 കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം. അതിൽ ഗോവിന്ദ മാഷ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് എനിക്ക് തോന്നുന്നു ഒരു 1.5-2 വർഷം കഴിയുമ്പോഴാണ് ബിനീഷ് കൊടിയേരിന്റെ വിഷയം ഉണ്ടാവുന്നത്. ബിനീഷ് കൊടിയേരി അറസ്റ്റ് ചെയ്യപ്പെട്ടു, ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകപ്പെട്ടു, 1.5 വർഷം ജയിലില്ല. ഇന്നിപ്പോൾ ആ കേസ് തന്നെ ഇല്ല കേട്ടോ. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിനെ പറ്റി ഒരു കുറ്റമില്ല, എല്ലാം കോടതി തള്ളി. അങ്ങനെ 1.5 വർഷക്കാലത്തോളം അദ്ദേഹം ജയിലിലായപ്പോൾ എന്തായി? കൊടിയേരി സഖാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഭയങ്കര മാനസിക സംഘർഷം ഉണ്ടാവും, സ്വാഭാവികമാണ്. എൻ്റെ മകൻ ഇപ്പം അതുപോലെ, ഞാനൊരു പൊതുരംഗത്ത് നിൽക്കുമ്പോൾ എൻ്റെ മകൻ അതുപോലത്തെ ഒരു കേസിൽപ്പെട്ടാൽ എനിക്ക് മാനസിക സംഘർഷം ഉണ്ടാവും. അങ്ങനെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഒഴിഞ്ഞു. ആ ഒഴിയുന്നത് വരെയുള്ള കാലഘട്ടവും സത്യത്തിൽ അദ്ദേഹം ഭയങ്കര ഡെസ്പായിരുന്നു. പ്രത്യേകിച്ചൊരു കാര്യത്തിൽ ഇടപെടാത്തൊരു മാനസികാവസ്ഥയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോഴേക്ക് അദ്ദേഹത്തിന് അസുഖം വന്നു. അത് കുറേ കാലം നീണ്ടു നിന്നു. അപ്പം കുറച്ചു കാലം സെക്രട്ടറിഷിപ്പിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഡയറക്റ്റുള്ള ഇടപെടൽ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന് നിലച്ചിട്ട് ഈ 3 കൊല്ലമൊന്നുമല്ല. കൊടിയേരി സഖാവ് മരിക്കുന്നതിന്റെ ഒരു 2-2.5 വർഷം മുമ്പ് തൊട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 6 വർഷം ഏകദേശം പാർട്ടി സെക്രട്ടറിമാരുടെ ഇടപെടൽ ഈ ഗവൺമെന്റിൽ.
പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ ഇടപെടൽ ഈ ഗവൺമെൻറ്റിൽ ഉണ്ടായിട്ടില്ല. എല്ലാം നിയന്ത്രിച്ചത് CM തന്നെയാണ്. പാർട്ടിയും CM ഒന്നായ ഒരവസ്ഥാവിശേഷം വരുന്നത് അന്ന് തൊട്ടിട്ടാണ്. ബിനീഷിൻ്റെ അറസ്റ്റോട് തൊട്ടിട്ടാണ്. പിന്നെ അദ്ദേഹത്തിന് സുഖമില്ലാതാവുന്നു. അങ്ങനെ പരുവപ്പെട്ടൊരവസ്ഥയിൽ പാർട്ടിയുടെ ഇടപെടലുകൾ പറ്റ ഒഴിവായ ഒരവസ്ഥയിലാണ് ഗോവിന്ദമാഷ് സെക്രട്ടേറിയറ്റ് വരുന്നത്. സ്വാഭാവികമായിട്ടും ഗോവിന്ദമാഷെ പോലെയുള്ള ആ ഒരു മിഡിൽ ലീഡേഴ്സിനിടയിൽ നിന്ന് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിൻ്റെ അതേ നിലവാരമുള്ള സെക്രട്ടറിമാരാകാവുന്ന പലരും ഉണ്ടെന്ന് നിങ്ങൾക്കും നമുക്കും പാർട്ടിക്കാർക്കൊക്കെ അറിയാം. പക്ഷേ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് എന്ന നിലക്ക് ഗോവിന്ദമാഷ് സെക്രട്ടറി വരിക, അദ്ദേഹത്തിനും പാർട്ടിയെ നയിക്കാൻ ഈ വിഷയത്തിൽ ഗവൺമെൻറ്റുമായി റിലേറ്റഡായ വിഷയത്തിൽ നോ, അത് പറ്റൂല എന്ന് പറയാൻ സാധിച്ചിട്ടില്ല. നമ്മളെ എന്താ പറയുക, അസംബ്ലിയിൽ വന്ന പല ബില്ലുകളും അതിന് തെളിവാണ്. അതൊക്കെ എടുത്തു പറയപ്പോൾ നമ്മൾ ഒരുപാട് വിശദീകരിക്കേണ്ടി വരും. അപ്പം പരിപൂർണമായിട്ടും സിംഗിൾ പേഴ്സൺ സെൻട്രലൈസ്ഡ് ഗവൺമെൻറ്റും പാർട്ടിയാണ് കഴിഞ്ഞ 6 കൊല്ലം പോയത്. അതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ക്ലച്ചസിൽ നിന്ന് ഈ പാർട്ടിക്ക് ഈ ഒരു ഘട്ടത്തിലെങ്കിലും, ഇതിപ്പോൾ ഈ ക്ലച്ചസിൽ നിന്ന് പാർട്ടിക്ക് എസ്കേപ്പ് ചെയ്യാവുന്ന, പുറത്ത് കിടക്കാവുന്ന ഒരു സ്റ്റാൻഡ് എന്തായിരുന്നു പാർട്ടി ചെയ്യേണ്ടിയിരുന്നത്? ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ കാതലാന്ന് അവർ പറയുന്നുണ്ടല്ലോ, അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ കൊടുത്ത റിപ്പോർട്ടിൽ ഞാൻ ഉന്നയിച്ച എയർപോർട്ട് സ്വർണ്ണക്കള്ളക്കടത്തും റിദാൻ ബാസിൽ കേസും പൂരം കലക്കലും മാമി കേസിലും തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അപ്പം എന്താ പാർട്ടി എടുക്കേണ്ട നിലപാട്? പാർട്ടിക്കൊരു നിലപാടെടുക്കുക. CM നിങ്ങളത് പറയരുത്. ഇവർ മാറി നിൽക്കട്ടെ, അന്വേഷണം നടക്കട്ടെ, നോ എന്ന് പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഒരാൾക്കും ധൈര്യമില്ല. അപ്പം ഈ പറയുന്ന ഗോവിന്ദമാഷക്ക് മാത്രമല്ല, പാർട്ടി സെക്രട്ടേറിയറ്റിനും പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിക്കും ഈ പാർട്ടിയുടെ അടിത്തറ തകരുന്നതിന് അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർത്ത നേതാക്കന്മാരെന്ന് നാളെ അടുത്ത തലമുറ ചർച്ച ചെയ്യപ്പെടുന്ന നേതാക്കന്മാരുടെ പേരിലേക്ക് ഈ കണ്ടു കാണപ്പെട്ടവരുടെ പേരും കൂടി വരും. ഒരു CM-ന്റെ പേര് മാത്രമല്ല ഉണ്ടാവുക. അവിടത്തേക്ക് പാർട്ടി പോകുന്നത്. വിജയരാഘവനായിരുന്നു താൽക്കാലിക ചുമതല. അതിനുശേഷം അദ്ദേഹത്തെ മാറ്റേണ്ട സാഹചര്യം എന്താണെന്ന് അറിയില്ല. പക്ഷേ മാറ്റിയാണ് ഗോവിന്ദമാഷ് വരുന്നത്. അല്പം കൂടി CM-നെ അടിമയാക്കാൻ പറ്റിയത് MV ഗോവിന്ദൻ തന്നെയാണ് എന്നൊരു നിഗമനത്തിലായിരിക്കും അദ്ദേഹത്തെ കൊണ്ടുവന്നത്. എനിക്കറിയില്ല, അതിനെക്കുറിച്ച് ഞാൻ പറയാനാണ്. ഐ ഡോണ്ട് നോ ദാറ്റ്. എന്തായാലും ആകത്തുക റിസൾട്ട് ഞാൻ ഈ പറഞ്ഞത് കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സിസ്റ്റത്തിൻ്റെ നേരെ വിപരീതമായിട്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടന്നിരുന്നത്. അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് ഈ പാർട്ടി നേരിടുന്നത്. ഈ ഒരു ഘട്ടത്തിലെങ്കിലും, ഈ ഘട്ടം കൂടി കഴിഞ്ഞു പോകണം കേട്ടോ. ഇത് എന്താ പറയാ, ഈ കാറ്റ് കൂടി കടന്നു പോയാൽ ഈ പാർട്ടിയെ തിരിച്ചു പിടിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മുഴുവൻ ആളുകളും തലകുത്തിയാൽ പോലും, തലകുത്തി നിന്നാലും നടക്കില്ല എന്ന് ഉറപ്പാണ്. അത് അവർ മനസ്സിലാക്കിക്കോട്ടെ. നമ്മൾ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒരിക്കലും തകരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴും ഞാൻ ആ പാർട്ടിയെ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല, ആ പാർട്ടി സഖാക്കളെ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല. എൻ്റെ കയ്യും കാലും വെട്ടുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ അതിനെ പ്രതികരിച്ചിട്ടില്ല. കാരണം എന്താ അറിയോ, ഒരു വീണ്ടും ഒരു തിരിച്ചറിവ് ഉണ്ടാകാനുള്ളൊരു സാധ്യത എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് അത് മുടങ്ങിപ്പോകരുത് എന്ന എന്താ പറയുക, എൻ്റെ ധാർമ്മിക ബാധ്യതയാണ് ഞാൻ ഈ നിമിഷം വരെ ഞാൻ നിറവേറ്റിയിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ കടന്നാൽ ആ ബാധ്യത കഴിയാൻ പോവുക, ആ ബാധ്യത തന്നെയാണ് കഴിയാൻ പോവുക. ഞാൻ കുറച്ചുകൂടി തുറന്നു പറയും ഞാൻ. അപ്പം അങ്ങനെ പോകാനാണ് തീരുമാനമെങ്കിൽ അങ്ങനെ പോട്ടെന്ന്. ഇപ്പം രക്തസാക്ഷികളുടെയും പറയുന്ന AKGയുടെയും EMSൻ്റെയും ഒക്കെ കഥ പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. ആ രക്തസാക്ഷികളാക്കിയ ആളുകളെക്കുറിച്ച്, അവരെ രക്തസാക്ഷിയാക്കിയവരെ മഹത്വവൽക്കരിക്കുന്ന നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉയർന്നു വരികയാണ്. RSS ഏറ്റവും നല്ല വലിയ സംഘടനയാണ് എന്ന് സർട്ടിഫൈ ചെയ്യുന്നു കണ്ണൂരിൽ നിന്നുള്ള ചില നേതാക്കൾ. ആ കുടുംബങ്ങൾ എന്നെ ബന്ധപ്പെടുന്നുണ്ട്. ഈ നിലവാരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകുന്നു. അവിടെയാണ് ഇതിന്റെ വിഷയം. കഴിഞ്ഞ 6 വർഷമായിട്ട് മുഖ്യമന്ത്രിയും പാർട്ടിയും എല്ലാം ഒന്നാണ്. മുഖ്യമന്ത്രി ഏകാധിപതിയായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇതേ മുഖ്യമന്ത്രിയല്ലേ താങ്കൾ എത്ര കാലം പിതൃതുല്യനായി അവതരിപ്പിച്ചത്, താങ്കളുടെ തന്നെ ഗോഡ് ഫാദറായി കൊണ്ടു നടന്നത്? 100%. ഇന്നലെ മിനിയാന്നോ നിങ്ങൾ ആരോ ഒരു ചോദ്യം ചോദിച്ചു, മുഖ്യമന്ത്രി വർഗീയവാദിയാണോ? ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം വർഗീയവാദിയാണ് എന്ന വിശ്വാസം എനിക്കില്ല. ഇപ്പോഴും എനിക്ക് ആ വിശ്വാസമില്ല. പക്ഷേ ഈ RSSന്, ഈ കേന്ദ്ര ഗവൺമെന്റിനെ
ഈ RSSന്റെ ആവശ്യങ്ങൾക്ക് ഒത്തു നിൽക്കേണ്ടി വന്ന ഒരു ഗതികേടാണ് പിണറായി വിജയൻ. അതാ കണ്ടത്. ആ കൊലച്ചതിയാണ് ഈ സമൂഹത്തോട് ചെയ്യുന്നത്. അത് തുറന്നു പറയണം അദ്ദേഹം. അല്ലെങ്കിൽ ആ സ്ഥാനത്ത് അദ്ദേഹം മാറണം. അതല്ല പറഞ്ഞത്. ഇതേ പലവട്ടം പറഞ്ഞതാണല്ലോ. എന്താണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത്? ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ആരുമായി ബന്ധപ്പെട്ടതാണ്? എന്തുകൊണ്ടത് അന്വേഷിക്കാത്തത്? പി ശശിയെ വരെ ഞാൻ പറഞ്ഞല്ലോ. അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ അന്വേഷിക്കുന്നത്. ഇനി അതും എൻ്റെ വായ കൊണ്ട് പറയണോ? നിങ്ങളാ വായ കൊണ്ടൊന്നും മിണ്ടൂല. പത്രക്കാരായാൽ നിങ്ങൾക്കും നട്ടല് വേണം. നിങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ള ത്രാണി നിങ്ങൾക്ക് വേണം. ഇതിപ്പോൾ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നടക്കുക. നിങ്ങൾ ഒരു ചോദ്യം തിരിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ആർക്കും ഉത്തരമില്ല. നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള ബാധ്യതകളുണ്ട്. 4ാം തൂണാണ് നിങ്ങൾ, അത് മനസ്സിലാക്കണം. ആ 4ാം തൂണിന്റെ ഉത്തരവാദിത്തം എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത്? പിന്നെ എന്നോട് ചോദിക്കുക. ഞാൻ പി ശശി മുഖ്യമന്ത്രിയുടെ ആഫീസ് വരെ കൊടുന്ന് നിർത്തിയല്ലോ. ഇനി അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ പറയുന്നത്. ഈ ടൈം കഴിഞ്ഞ സ്വാഭാവികമായി എല്ലാവരും മനസ്സിലാക്കുന്നത് പിണറായി വിജയൻ ഒഴിയുമെന്നാണ്. അതായത് ടേം മുഴുവനാക്കൂല. അക്കോർഡിംഗ് ടു മീ ഈ ടേം അദ്ദേഹത്തിന് മുഴുവൻ മുഖ്യമന്ത്രിയായി തുടരാൻ കഴിയില്ല. അല്ലെങ്കിൽ മന്ത്രിസഭ തന്നെ ഉണ്ടാവില്ല. എഴുതി വെച്ചോ ആശ്മി, എഴുതിക്കോ. ഈ പോക്കാണെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെ ഉണ്ടാവില്ല. അതിന് തർക്കമില്ല. ഒപ്പം സഹിച്ചു നിൽക്കുന്നതിന് പരിധി ഉണ്ടാവും. ഈ കണ്ടു കാണപ്പെട്ട MLA-മാർക്ക് ഒരു പരിധി കഴിഞ്ഞാൽ അത് പൊട്ടും. ഇപ്പം മിണ്ടാൻ ഭയപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്ന പലരുണ്ട്. ഇതെന്തെങ്കിലും ഒരു തീരുമാനം ആവട്ടെ വിചാരിച്ചിട്ട്. ഇനി ഒരു തീരുമാനമാവാതെ ഈ കോലത്തിലാണ് പോണെങ്കിൽ ഈ മന്ത്രിസഭ തന്നെ ഉണ്ടാവില്ല. നിങ്ങൾ എഴുതി വെച്ചോ. അവിടെ ഈ മുഖ്യമന്ത്രിയെ ഒരു രാഷ്ട്രീയ ഗോഡ്ഫാദർ ആയാണ് പിണറായി വിജയൻ വിശേഷിപ്പിച്ചത്. അവിടെ MK സ്റ്റാലിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു കൗണ്ടർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിലേക്കൊന്നും എത്തിയിട്ടില്ലല്ലോ. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ കിടക്കുമ്പോഴല്ലേ ഞാൻ പറഞ്ഞില്ല. ഞാനിപ്പോൾ ഈ പറയുന്ന ബഹുമാനപ്പെട്ട MK സ്റ്റാലിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടൊന്നുമല്ല ഞാൻ നിൽക്കുന്നത്. ഞാൻ ഈ നാട്ടിലെ ജനങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ജനങ്ങളുള്ളിടത്തോളം കാലം അതിനൊരു ആൾട്ടർനേറ്റീവ് ഞാൻ ഉണ്ടാക്കാൻ എനിക്ക് കഴിയും. ഈ മന്ത്രിസഭ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കൈകൂട്ടിയാണെന്ന് പറയുമ്പോൾ CPM-ലെ MLA-മാർക്കാണോ അസംതൃപ്തിയുള്ളത്, അതോ ഘടകകക്ഷി MLA-മാർക്ക് അസംതൃപ്തിയുണ്ടോ? അവിടെ താങ്കൾ ഭരണകക്ഷിയിലെ എല്ലാ MLA-മാർക്കും അതൃപ്തിയുണ്ട്. മനസ്സിലായില്ലേ? എന്താ CPI ഇപ്പോൾ നിലപാട് ഇപ്പോഴും ശക്തമാക്കാത്തത്? അവിടെ ഒരു നെക്സസ് ഉണ്ട് ആശ്മി. അവിടെ നെക്സസ് ഉണ്ട്. ആ നെക്സസ് ഒക്കെ ഇപ്പോൾ പൊട്ടും. ഇതൊക്കെ ഇങ്ങനെ വരിഞ്ഞ് മുറുക്കി നിർത്തിയാലുണ്ടല്ലോ, ഇരുമ്പാണെങ്കിൽ പോലും അതിന്റെ ടെമ്പർ കൂടിയാൽ പൊട്ടിപ്പോകുന്ന കണ്ടിട്ടില്ലേ? ആ ടെമ്പർ ഓരോ ദിവസവും ഇതിങ്ങനെ ഹീറ്റ് ആകുമ്പോൾ ആ ടെമ്പർ കൂടുക. ആ ഹീറ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക, പൊട്ടും. അല്ല, ശിഥിലീകരിക്കപ്പെടുമല്ലോ ഈ രീതിയിലാണ് പോകുന്നെങ്കിൽ. സ്വാഭാവികമല്ലേ? ആർക്കും ഒരു ആത്മാഭിമാനം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനുള്ളതാണ്. അത് എത്ര ചെറിയവനാണെങ്കിലും അവൻ്റെ ആത്മാഭിമാനത്തിന് തൊടുമ്പോൾ അവൻ പ്രതികരിക്കും. എത്ര നിവൃത്തി കെട്ടവനാണെങ്കിലും. അപ്പോൾ യുദ്ധങ്ങളുടെയൊക്കെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ കാണാം, ഈ അവസാനം ഈ പടയാളി പടപൊരുതി വീണ് അവനൊന്നും മാർഗമല്ല. അപ്പം എതിരാളി വന്നിട്ട് ഈ ശൂലം കുത്തിയിറക്കാൻ വരുമ്പം ആ കിടക്കുന്നിടത്ത് ഇവൻ്റെ മുഖത്തേക്ക് തുപ്പും. അവൻ അതേ മാർഗമുള്ളൂ. അതാണ് ഒരു മനുഷ്യൻ്റെ അവസാനത്തെ പ്രതികരണം. ആ അവസ്ഥയിലേക്ക് കേരളത്തിലെ കൊണ്ടുപോകുന്നുണ്ട്. അത് ഇവർ കാണും ഈ പോക്കാണെങ്കിൽ. അത് അനുഭവിക്കാൻ പോകുന്നത് ഈ പാർട്ടി കെട്ടിപ്പടുത്ത ഈ രക്തസാക്ഷികളും ഈ സാധുക്കളാണ്. അതിൻ്റെ ദുരന്തം അനുഭവിക്കാൻ പോകുന്നത്. പക്ഷെ അതിനൊന്നും പുല്ല് വിലയാണ്. എന്ത് രക്തസാക്ഷി! നിങ്ങൾ കണ്ണൂരിൽ പോയിട്ട് സ്വകാര്യത്തിൽ കാര്യങ്ങൾ സംസാരിക്കുക സഖാക്കളോട്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. മന്ത്രിസഭയിലെ മാറ്റം NCP അവരുടെ പാർട്ടി തീരുമാനിച്ചാൽ മന്ത്രിയെ മാറ്റാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ അത് പാർട്ടി കേന്ദ്രത്തിൽ തീരുമാനിക്കുകയും ഈ മന്ത്രിയും പാർട്ടി പ്രസിഡന്റും നിയുക്ത മന്ത്രിയാകാൻ പാർട്ടി തീരുമാനിച്ച ആളുകളും മുഖ്യമന്ത്രി പറയുന്നത് പിന്നീട് ആവാമെന്ന് പെരുമാറ്റുകയാണ്. അതായത് അത്തരത്തിൽ ഘടകകക്ഷികളുടെ കാര്യത്തിൽ പോലും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണോ അവർക്ക് തീരുമാനിക്കുന്നത്? അതിൽ ആ MLA താങ്കൾ പറഞ്ഞൊരു വാക്ക്, കാരണം ആത്മാഭിമാനം എന്തുകൊണ്ടാണ് എന്നെ മാറ്റി നിർത്തുന്നത് അറിയില്ല, പാർട്ടിയുടെ ആത്മാഭിമാനം സംരക്ഷിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ കുറെ ഘടകകക്ഷികളുണ്ടോ, അല്ലെങ്കിൽ പാർട്ടിയിലെ അസംതൃപ്തരുണ്ടോ? ഓരോരുത്തരുടെയും ആത്മാഭിമാനത്തിന്റെ അളവുകോലിന്റെ വ്യത്യാസമുണ്ട്. ഓരോ മനുഷ്യരുടെയും ആത്മാഭിമാനത്തിന്റെ അളവുകോൽ നിശ്ചയിക്കുന്ന ആ വ്യക്തിയാണ്. ചിലത് കൂടി നിൽക്കും, ചിലത് കുറഞ്ഞു നിൽക്കും.
എന്തായാലും ഒരു 0 ഉണ്ടാവില്ല. അതാ ഞാൻ പറഞ്ഞ് 3 മാസമായി ഞാൻ നിലമ്പൂർ തഹസിൽദാർക്ക് ഒരു വിവരാവകാശം കൊടുത്തിട്ട്. എന്താ വിവരാവകാശം? നിലമ്പൂർ താലൂക്കിൽ നികത്താൻ പെർമിറ്റ് കൊടുത്ത ഭൂമികളുടെ ഡീറ്റെയിൽസ് ചോദിച്ച് ഒരു MLA ഒരു കത്ത് കൊടുത്തിട്ട് 3 മാസം കഴിഞ്ഞു, ഇന്ന് വരെ തന്നിട്ടില്ല. ഇപ്പൊ കളക്ടർക്ക് അപ്പീൽ കൊടുത്തിരിക്കുന്നു ഞാൻ. അപ്പം മൊത്തം കേരളം നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെ പലതും ഇപ്പൊ കോറികൾ, കാരണം നമ്മുടെ നയരേഖയിൽ പറയാൻ വന്ന കാര്യം എന്താ കോറികൾ, ഇവിടെ എത്ര ക്രഷറുകൾ പൂട്ടിയിരിക്കണം. എന്താ പൂട്ടാൻ കാരണം? പൂട്ടിയിരിക്കുന്നതിന്റെ കാരണം പറഞ്ഞത് ഇവർക്ക് പെർമിറ്റ് ചെയ്ത പാറയിൽ അവർക്ക് 1 ലക്ഷം ടണ്ണാണ് പെർമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ 1.25 ലക്ഷം പൊട്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 1.5 ലക്ഷം പൊട്ടിച്ചിട്ടുണ്ട്. ആ 1.5 ലക്ഷം പൊട്ടിച്ചാൽ എന്താ ചെയ്യേണ്ടത്? എക്സ്ട്രാ പൊട്ടിച്ചതിന് അവർ ഫൈൻ ഇടണം. ഫൈന് എന്ന് പറയുന്നത് ആദ്യം പൊട്ടിച്ചത് ഒരു യൂണിറ്റിന് എന്താ പറയുക 1000 രൂപയാണെങ്കിൽ ഫൈന് വരുമ്പോൾ 3000 രൂപ വരും. 10, 200, 250ഓളം ക്രഷറുകൾ പൂട്ടിക്കിടക്കുക. ഇവരിതിന് ഫൈൻ അടക്കാൻ തയ്യാറാണ്. കാരണം ഇത് പൊട്ടിച്ച് പോകുമ്പോൾ അങ്ങനെ കയറിപ്പോവും. പിന്നെ ഈ പറഞ്ഞ പോലെ വീണ്ടും വന്ന് അസസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ക്രഷറും 2, 3, 4, 5 കോടി രൂപ കൊടുക്കാനാണ്. ഒരാൾക്ക് ഇത് കണക്കാക്കിയിട്ടില്ല. ഈ പൈസ അടക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഈ ക്രഷർ ഉടമകൾ ഇങ്ങനെ കയറി ഇറങ്ങാൻ തിരുവനന്തപുരത്ത്. ഇതൊന്ന് നിശ്ചയിച്ചു കൊടുക്കണ്ടേ? നിശ്ചയിച്ചു കൊടുത്താൽ പൈസ അടച്ചാൽ. ഇപ്പം ഞാൻ മനസ്സിലാക്കിയത്, കോറി അസോസിയേഷനും ക്രഷറുകാരുമായി സംസാരിച്ച ഞാൻ മനസ്സിലാക്കിയത്, ഏകദേശം ഇപ്പം ഫൈന് കിട്ടുകയാണെങ്കിൽ 1500, 2000 കോടിൻ്റെ ഇടക്ക് ഫൈന് കിട്ടാനുണ്ട്. അപ്പം എന്താ ഈ ക്രഷർ ഈ ലോബി തുറക്കാൻ സമ്മതിക്കില്ല. ഗവൺമെന്റിലൊരു സെക്ടറാണ്. അപ്പം എന്താ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ മെറ്റലിന്റെ വില കൂടും. ഹൈ ഡിമാൻഡ് സാധനമില്ല. 1. രണ്ടാമത് ഈ പറയുന്ന മംഗലാപുരത്ത് പോയാൽ കർണാടകയിൽ നിന്ന് അങ്ങനെ ഒഴുകി വരികയാണ് സാധനം. പാലക്കാട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കോയമ്പത്തൂർ വഴിയും അതുപോലെ തന്നെ പൊള്ളാച്ചി വഴിയും കോടിക്കണക്കിന് രൂപയുടെ സാധനം ഇങ്ങോട്ട് ഒഴുകുന്നു. കൊല്ലത്ത് പോയാൽ പുനലൂർ വഴി ഒഴുകുന്നു. അപ്പം ഒരു ദിവസം ഏകദേശം 15 തൊട്ട് 20, 25 കോടി രൂപയുടെ മെറ്റീരിയൽസ് അന്യ സംസ്ഥാനത്ത് ഇങ്ങോട്ട് വരുന്നു. നമുക്ക് വല്ല ടാക്സ് ഉണ്ടോ? ഒരു പൈസ ടാക്സ് ഇല്ല, ഒരാൾക്കും കിട്ടാനില്ല. അതൊരു ഭാഗത്ത് നടക്കുക. ഇപ്പം അവർ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം, ഇപ്പം നാഷണൽ ഹൈവേന്റെ വർക്ക് നടക്കുകയാണ്. അഴിമതി നടക്കുന്നതിന് കാര്യങ്ങൾ പറയും, നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം ഇപ്പം അവർ ചെയ്തിരിക്കുന്നത് എന്താ? ഇപ്പം നമ്മളെ നാഷണൽ ഹൈവേന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഈ ക്രഷറുകൾ തുറന്നു വെച്ചാൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ തൊഴിലുണ്ടാവും. ആ ഏർപ്പാട് നടക്കും, അവരെ വണ്ടി ഓടും, ആ ഉള്ള പ്രദേശം ഒന്ന് ഉണരും. ഇതിന് പുറമെ അത് തുറന്നു കൊടുക്കില്ല, ഫൈൻ അടക്കാൻ അവർ അതിൻ്റെ ഫൈന് കണക്കാക്കി കൊടുക്കില്ല. ഇതിനൊക്കെ പുറമെ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു ഓർഡർ ഇറങ്ങി നിൽക്കുന്നു. എന്താ ഓർഡർ? കേരളത്തിലെ എല്ലാ റവന്യൂ ഭൂമിയും ഈ കോൺട്രാക്ടർമാർക്ക് പൊട്ടിക്കാം. ഏത്? ഈ നാഷണൽ ഹൈവേയുടെ ആ ഓർഡർ ഞാൻ നിങ്ങൾക്ക് തരാം, എൻ്റെ ഫോണിലുണ്ട്. അപ്പം സർക്കാർ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമില്ല, പൊട്ടിച്ചെടുത്തോ. ഒരാളും ഈ ഓർഡർ കണ്ടിട്ടില്ല. ഇത് അണ്ടർഗ്രൗണ്ടാണ്, ജിയോളജിൻ്റെ പെർമിഷൻ ഒന്നും വേണ്ട. നാഷണൽ NHI ഇവർക്ക് ഇത്രയും ഏരിയ വരുന്ന ഈ വിസ്തൃതിയിൽ പെടുന്ന പാറ പൊട്ടിക്കാൻ ഈ NH വർക്കുമായി ബന്ധപ്പെട്ട് NHI പെർമിറ്റ് ചെയ്തിരിക്കുന്നു. അത് നേരെ ജിയോളജി കൊണ്ടുപോയി കൊടുത്താൽ ആ പ്ലാനിൽ സീലടിച്ച് കൊടുക്കും. പിറ്റേത് രാവിലെ അവർക്ക് ബ്ലാസ്റ്റ് ചെയ്യാം. മൈനിങ് ലൈസൻസ് വേണ്ട, ബ്ലാസ്റ്റിംഗ് ലൈസൻസ് വേണ്ട, ഒന്നും വേണ്ട. ആരതാ പൊട്ടിക്കുന്നത്? ഈ നാടിൻ്റെ പൊതുസ്വത്ത്. അപ്പോൾ ആ രീതിയിൽ എല്ലാ മേഖലയിലും ഇതിപ്പോൾ എന്ത് നമ്മൾ വിസ്തരിക്കാൻ നിന്നാൽ തീരൂല. അപ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട്. കഴിഞ്ഞ 4-5 കൊല്ലമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തരത്തിലുള്ള ഏർപ്പാട്. പുഴ മുഴുവൻ നിറഞ്ഞ് മണ്ണും മണലും നിറഞ്ഞിക്കുക. എത്ര വട്ടം സർക്കാർ ഓർഡർ ഇട്ടു. നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ച് അപ്പോൾ ഓർഡർ ഇടും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇതൊന്നും കേൾക്കണ്ട അല്ലേ? അല്ല ഇതൊന്നും നിങ്ങൾക്ക് കേൾക്കണ്ട. നിങ്ങൾക്ക് ഇപ്പൊ ആകെ കേൾക്കേണ്ട പാർട്ടിന്റെ സ്ട്രക്ചറാ. എനിക്ക് പറയാൻ സൗകര്യമില്ല, വിട്ടേക്ക്. ഈ നാട് നേരിടുന്ന ഇത്ര വലിയൊരു വിഷയം സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് സമയമുണ്ടല്ലോ, നിങ്ങൾ അപ്പ ചോദിക്ക്. ഞാൻ ഈ നാട് നേരിടുന്ന അഴിമതി നിങ്ങളുടെ മുന്നിൽ അന്വേഷിക്കാൻ വേണ്ടി തുറന്നിടുക. ഞാൻ വായോണ്ട് പറയില്ല, വിത്ത് ഡോക്യുമെന്റാണ് ഞാൻ പറയുന്നത്. ഇതന്നെ അഴിമതിയല്ലേ പ്രശാന്ത്? അഴിമതി പല രൂപത്തിലല്ലേ?
റവന്യൂ വകുപ്പ്, അല്ലാതെ പാറ പൊട്ടിക്കണ റവന്യൂ വകുപ്പല്ലേ കൊടുക്കണ്ടേ? കരിപ്പൂർ വിമാനത്താവളത്തിന്റെ റൺവേ വികസിപ്പിക്കാൻ വേണ്ടി മണ്ണെടുക്കാൻ ജിയോളജി വകുപ്പ് അനുമതി കൊടുക്കാതെ അവിടെ ആ പണികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോ ഈ ജിയോളജി വകുപ്പിന് അനുമതി ഇല്ലാതെ പാറ പൊട്ടിക്കാൻ കഴിയും? ഒന്നും വേണ്ട, ജിയോളജി വകുപ്പ് അനുമതി കൊടുക്കുന്നതിന് NHI റെക്കമെൻഡ് ചെയ്താൽ ആ കടലാസ് കൊണ്ട് കോൺട്രാക്ടറെ മാനേജറോ ഒരു സ്റ്റാഫോ ഒരു പ്യൂണോ അവിടെ പോയി കഴിഞ്ഞാൽ ജിയോളജിക്കാർ സീലടിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇപ്പൊ തരാം, ഈ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞാൽ തരാൻ തരാം, നിങ്ങൾ കൊടുത്തോ. DMK എന്ന ഈ ഒരു സോഷ്യൽ മൂവ്മെന്റ് രാഷ്ട്രീയ മൂവ്മെന്റ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ത് ഇമ്പാക്ട് ആണ് വെച്ചത്? അത് വരട്ടെ മാഷെ, നമുക്കപ്പം നോക്കാന്ന്. നമ്മൾ ഈ വിഷയങ്ങളൊന്നും ജനങ്ങളിലേക്ക് എത്തട്ടെ, ജനങ്ങൾ ഇതൊന്നും ചർച്ച ചെയ്യട്ടെ. ഇതിപ്പോൾ സോഷ്യൽ മൂവ്മെന്റ് ആണല്ലോ, പൊളിറ്റിക്കലാകുമ്പോൾ നമുക്ക് അപ്പം അതിനെ പറ്റി നോക്കാം. നിങ്ങൾ ബേജാറാവില്ലേ? നിങ്ങൾ ആരൊക്കെ ഈ പഞ്ചായത്തിൽ ആരൊക്കെ ജയിപ്പിച്ചു കൊടുക്കാറുണ്ട്, അവിടെ പ്രശ്നം ഉണ്ടാവുന്നില്ല ആരൊക്കെ, അത് നമ്മൾ അപ്പം ആരൊക്കെയാരുണ്ട്. അപ്പോഴേ ഇനിയിപ്പോ ഈ നൈരാഗ്യമൊക്കെ നമുക്ക് അവിടെ പറയാം, എനിക്ക് വയ്യ. എങ്ങനെ ഒരു മിനിറ്റ് നിങ്ങൾ മിണ്ടല്ലേ, നിങ്ങൾ അല്ലാതെ ഇടപെടല്ലേ? അതാണ് നെക്സസ്. ഈ നാട്ടിലെ എഴുത്തും വായനയും അറിയാത്ത സാധാരണക്കാരനും കൂടി ഇത് മനസ്സിലാക്കണം. ഈ കസാരക്കളിയിൽ ആ ചങ്ങാതിനെ അപ്പുറത്തേക്ക് മാറ്റിയിരുത്തിയാൽ പോരാന്നുള്ളത്. അപ്പൊ എന്താ ഇവർക്കൊരു മനംമാറ്റം? ഇതിപ്പോ ഇന്നെന്തായാലും മാറ്റും അയാളെ. ആരെ? അജിത് കുമാറിനെ ഇന്ന് നമ്മളെ യോഗം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇപ്പൊ തന്നെ ഓർഡർ ഒന്നും ഇല്ല. അയാളെ മാറ്റിയിട്ട് എന്താ കാര്യം? എന്ത് കാര്യം? ഈ പറയുന്ന വിജിലൻസ്, ഈ പറയുന്ന SSB, ഈ പറയുന്ന ക്രൈം ബ്രാഞ്ച്, ഈ പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച്, ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഇയാളല്ലേ ഈ അജിത് കുമാർ മൂക്കുന്ന ചൂള ഇടണ്ടെന്ന് പറഞ്ഞാൽ ചൂള ഇടാൻ ശേഷിയില്ല. ഏത് ADGP ആണ് എന്നുള്ളത് ഇപ്പൊ എവിടെ ഗവൺമെന്റ് കുടുങ്ങി കിടക്കുന്നത്? ആ DGP എന്താ പറയാ, ഒന്ന് വരുന്നോത്ത് വെച്ച് കാണാൻ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ബോധ്യങ്ങൾ കുറച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെയാ ഗവൺമെന്റ് കുടുങ്ങി കിടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താ പ്രതീക്ഷിച്ചിരുന്നത്? അജിത് കുമാർ ഇതിൽ നേരിട്ടില്ല, പങ്കില്ല എന്നയാൾ റിപ്പോർട്ട് കൊടുക്കുന്നു. കാരണം ഇത്ര സമ്മർദ്ദം ചെലുത്തല്ലേ? പത്രസമ്മേളനം മുഖ്യമന്ത്രി നേരിട്ട് പറയല്ലേ അജിത് കുമാർ പരിശുദ്ധനാണ്, ഒരടിസ്ഥാനമില്ല ഇതിനൊന്നും, അൻവർ വെറുതെ ഉന്നയിക്കുകയാണ്, അവജ്ഞയോടെ കൂടി തള്ളിക്കറിയാം എന്ന് പറയുമ്പം ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുക്കുന്ന റിപ്പോർട്ട് ഇങ്ങനെയാകുന്നതിന് മുഖ്യമന്ത്രി പ്രതീക്ഷിക്കുമോ? പക്ഷേ CMOയുടെ പ്രതീക്ഷ എന്തായി? അവരുടെ കണക്കൂട്ടൽ തെറ്റി. DGP അദ്ദേഹത്തിന്റെ ബോധ്യത്തിനനുസരിച്ച് അദ്ദേഹത്തിന് കിട്ടിയ ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന് കിട്ടിയ തെളിവുകൾ ഇതാ, ഇത്ര തെളിവുകളുണ്ട്, അത് ബാക്കി കിടക്കുക. ആ വക്കത്ത് കൂടെ അന്വേഷിച്ചിട്ട് DGP പറഞ്ഞു ഇയാളിതിൽ കുറ്റക്കാരനാണ്. അവിടെയാണ് ഇപ്പൊ ഗവൺമെന്റ് പെട്ടിരിക്കണേ അക്കോർഡിംഗ് ടു മീ.